സീസൺ നോക്കാതെ ബിസിനസ് തുടങ്ങരുത്. നമസ്കാരം, സൺഡേ വൈബ്സിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് കുട്ടി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പുതിയ സംരംഭകർ ചെയ്യുന്ന ഒരു വലിയ തെറ്റിനെ കുറിച്ചാണ്. മറ്റാൾ വിജയിക്കുന്നത് കണ്ടിട്ട് അതേ ബിസിനസ് ഉടനെ തുടങ്ങുക. ഒരു ബിസിനസ് നന്നായി പോകുന്നത് കണ്ടാൽ പലരും ചിന്തിക്കും, ഇതിൽ നല്ല ലാഭമുണ്ടല്ലോ, നമുക്കും ഇത് തുടങ്ങാം. പക്ഷേ അവിടെ ഒരു വലിയ സത്യമുണ്ട്. ഓരോ ബിസിനസ്സിനും ഓരോ സീസണുണ്ട്. ചില ബിസിനസ്സുകൾ 5 വർഷം അതിവേഗം വളരും, ചിലത് 10 വർഷം, ചിലത് പ്രത്യേക സാഹചര്യത്തിൽ മാത്രം വളരും. ആ സാഹചര്യം മാറിയാൽ ബിസിനസ്സും മാറും. ഒരു കാലത്ത് ഇൻ്റർനെറ്റ് കഫേ ഒരു മികച്ച ബിസിനസ്സായിരുന്നു. അന്ന് ആളുകൾ ഇമെയിൽ അയക്കാനും ഓൺലൈൻ അപേക്ഷകൾ നൽകാനും ഇൻ്റർനെറ്റ് കഫേകളെ ആശ്രയിച്ചിരുന്നു. പക്ഷേ ഇന്ന് എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോണുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റ് കഫേകളിൽ പലതും അടച്ചുപൂട്ടേണ്ടി വന്നു. ഒരു കാലത്ത് DVD റെൻ്റൽ ഷോപ്പ് ഒരു മികച്ച ബിസിനസ്സായിരുന്നു. പിന്നീട് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം വന്നപ്പോൾ ആ ബിസിനസ് ചരിത്രമായി. ഇന്ന് AI വരുന്നു, ഓട്ടോമേഷൻ വരുന്നു, ഡിജിറ്റൽ ബിസിനസ് വളരുന്നു, മാർക്കറ്റ് എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റൊരാൾ വിജയിക്കുന്നത് മാത്രം കണ്ട് ആ ബിസിനസ്സിലേക്ക് ചാടരുത്. ആദ്യം ആ ബിസിനസ് പഠിക്കൂ, മാർക്കറ്റ് പഠിക്കൂ, കസ്റ്റമർ ആരാണെന്ന് മനസ്സിലാക്കൂ, കോമ്പറ്റീഷൻ എത്രയുണ്ടെന്ന് നോക്കൂ. 5 വർഷത്തിന് ശേഷം ആ ബിസിനസ്സിന് ഭാവിയുണ്ടോ എന്നുകൂടി പരിശോധിക്കൂ. ഒരു നല്ല സംരംഭകൻ പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് സമയം നിക്ഷേപിക്കും. റിസർച്ച് ചെയ്യാൻ ചിലവഴിക്കുന്ന ഒരു മാസം പലപ്പോഴും നഷ്ടപ്പെടാൻ പോകുന്ന വർഷങ്ങളെ രക്ഷിക്കും. ഞാനൊരു കാര്യം എപ്പോഴും പറയാറുണ്ട്, ഓപ്പർച്യൂണിറ്റി കാണുന്നത് മാത്രം പോരാ, അതിൻ്റെ സമയം മനസ്സിലാക്കണം. കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ പോലും സീസൺ നോക്കിയാണ് വിത്ത് വിതയ്ക്കുന്നത്. അപ്പോൾ ലക്ഷങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു സംരംഭകൻ മാർക്കറ്റ് സീസൺ നോക്കാതെ എങ്ങനെ തീരുമാനമെടുക്കും? ബിസിനസ് എന്നത് അനുകരിക്കാനുള്ള ഒന്നല്ല, മനസ്സിലാക്കാനുള്ള ഒന്നാണ്. ഇന്ന് ബിസിനസ് ട്രെൻഡിങ് ആയിരിക്കാം, പക്ഷേ നിങ്ങളത് തുടങ്ങുമ്പോൾ ആ ട്രെൻഡ് അവസാനിച്ചിരിക്കാം. അതുകൊണ്ട് ഒരിക്കലും അവൻ തുടങ്ങി വിജയിച്ചു, ഞാൻ തുടങ്ങാം എന്ന രീതിയിൽ തീരുമാനമെടുക്കരുത്. പകരം ഈ 3 ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ. ഈ ബിസിനസ്സിന് ഭാവിയുണ്ടോ? ഇതിനെക്കുറിച്ച് എനിക്ക് ആവശ്യമായ അറിവുണ്ടോ? 5 വർഷം കഴിഞ്ഞാലും ഇത് നിലനിൽക്കുമോ? ഈ 3 ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കിട്ടിയാൽ അപ്പോൾ മാത്രമേ നിങ്ങളുടെ നിക്ഷേപം ആരംഭിക്കാവൂ. ഓർക്കൂ, വിജയിക്കുന്ന സംരംഭകർ എല്ലാ അവസരത്തിൻ്റെയും പിന്നാലെ ഓടുന്നവരല്ല, ശരിയായ അവസരം തിരഞ്ഞെടുക്കുന്നവരാണ്. മറ്റുള്ളവരെ അനുകരിക്കരുത്. മാർക്കറ്റിനെ പഠിക്കൂ, സമയം മനസ്സിലാക്കൂ, അതിനുശേഷം മാത്രം ബിസിനസ് ആരംഭിക്കൂ. കാരണം ശരിയായ സമയത്തെടുത്ത ശരിയായ തീരുമാനമാണ് ഒരു സാധാരണ ബിസിനസ്സിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്.